ഡയറിയും ആലേഖും ടിപ്പണിയുമാണുള്ളത്. അതിൽ ഫസ്റ്റ് ഡയറിയിൽ ആജ് മേരി ജീവൻ മേ ഏക് വിശേഷ ദിൻ ഹെ. അപ്പോൾ ഇതൊരു ഡയറിയാണ്. അതിൻ്റെ അകത്ത് ഇന്ന് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. മേരി ഷാദിക്ക് തയ്യാറി ഹോ രഹി ഹെ. എൻ്റെ കല്യാണത്തിൻ്റെ തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ കലാമിൻ്റെ സിസ്റ്ററാണ് കല്യാണത്തിൻ്റെ ആ വിശേഷങ്ങളെക്കുറിച്ച് ഡയറി എഴുതുകയാണ്. പിതാജി और भाई शादी के खर्च के लिए ज़मीन बेच रहे हैं. അച്ഛനും സഹോദരനും കല്യാണത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ആ ഭൂമി വിറ്റത്. മുझे मालूम है कि वो ज़मीन दोनों के जीवन के से कितना संबंध रखता. അതായത് എനിക്കറിയാം അതായത് ആ സ്ഥലം രണ്ടുപേരുടെയും ജീവിതത്തിലെ വളരെയധികം ബന്ധപ്പെട്ട, അതായത് വളരെയധികം റിലേഷനുള്ള ഒരു ഇതായിരുന്നു. കാരണം അവരുടെ ഉപജീവനത്തിൻ്റേതായ ഒരു ഭൂമിയാണ് ഈ പെണ്ണിൻ്റെ കല്യാണത്തിന് വേണ്ടി വിറ്റത്. ഫിർ ഭി വേ മേരി ഷാദിക്കല് ജമീൻ ബേച്ച് രഹാ ഹെ. എന്നിട്ട് പോലും അവരെൻ്റെ കല്യാണത്തിന് വേണ്ടി ആ ഭൂമി വിറ്റു. കുച്ച് ഹി ദിനോ മേ മേരി ഷാദി ഹോ ജായേഗി. കുറച്ച് ദിവസത്തിന് ശേഷം എൻ്റെ കല്യാണം നടക്കും. അവർ മേ ഘർ ചോഡ്കർ ദൂസര ഘർ ജായ്. ഞാൻ ഈ വീട് വിട്ട് വേറൊരു വീട്ടിലേക്ക് പോകും. മേരെ പരിവാർ വാലോം നെ മേരെ ലിയെ കിത്തന കഷ്ട സഹൻ കർത്തേ ഹെ. എൻ്റെ വീട്ടുകാർ എനിക്ക് വേണ്ടി എന്തോരം കഷ്ടമാണ് സഹിക്കുന്നത്. പതിക്ക് ഘർ ജാകർ മുझे ഖുഷി മിലേഗി അനി. ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്നിട്ട് എനിക്ക് സന്തോഷം കിട്ടുമോ ഇല്ലയോ, പത്താ പിന്നെ അതറിയില്ല. സബ് കുച്ച് ദേഖ് മുझे തോടാ സ ഡർ ഹോ രഹ. എല്ലാം ഓർത്തിട്ട് എല്ലാം കണ്ടിട്ട് എനിക്ക് കുറേയധികം ഭയങ്കരമായിട്ട് പേടിയാവുന്നു. ഈശ്വർ മേരി രക്ഷാകരെ. ഈശ്വരൻ എന്നെ രക്ഷിക്കട്ടെ. അപ്പോൾ ഇതാണ് ആ കല്യാണം കഴിക്കാൻ പോണ ആ പെൺകുട്ടി എഴുതിയ ഡയറി കേട്ടോ. നെക്സ്റ്റ് ആലേക്ക് എന്താണെന്ന് നോക്കാം. ഷാദിക്ക് നാം പർ ഹോനെ വാല ആഡംബർ ഔർ ദുർവേ. അതായത് ഒരു ലേഖനം എഴുതാൻ പറഞ്ഞിരിക്കുന്നത് അത് ഷാദിയുടെ പേരിലുണ്ടാകുന്ന, കല്യാണത്തിൻ്റെ പേരിലുണ്ടാകുന്ന ആഡംബരം അതിന് ചെലവുകളും. വിഷയപ്പർ മേ ആജേക്ക് ആലേഖ് പ്രസ്തുത് കർ രഹാ ഹൂം. അതിനെക്കുറിച്ച് ഒരു ലേഖനം എഴുതുകയാണ്. ഇത് എഴുതുന്നത് ലേഖകനാണ് എഴുതുന്നത്. आज हमारे समाज में शादी का एक ऐसा मौका है जिसमें आडंबर दुर्व्यय को शादी का एक पवित्र बंधन है. അപ്പോൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലെ ഷാദിയുടെ അവസരം, അത് കല്യാണത്തിൻ്റെ സമയത്ത് ഒത്തിരിയധികം ആഡംബരത്തിനും കുറേയധികം പൈസകൾ വെറുതെ ചിലവാക്കുന്നുണ്ട്. വഹാം പ്രേം കോ പ്രമുഖത. അവിടെ സ്നേഹത്തിനാണ് പ്രമുഖത, ഇമ്പോർട്ടൻ്റ്. പിന്നെ അതൊക്കെ ഒരു പവിത്രമായ ബന്ധനമായിട്ടാണ് ആൾക്കാർ കാണുന്നത്. ദോ വ്യക്തിയോ കെ ഹി നഹി ദോ പരിവാർ ദോ സമാജ് കെ ബീച്ച് കെ റിഷ. ഇത് രണ്ട് കുടുംബത്തിൻ്റെ മാത്രം, രണ്ട് സമുദായത്തിൻ്റെ ഇടയിലുണ്ടാകുന്ന ബന്ധമാണ് ഒരു കല്യാണം എന്ന് പറയുന്നത്. आज की शादी को देखिए साधारण लोग भी खर्च लेकर शादी के अवसर पर इतना खर्च करते हैं कि करना ही शादी है. അതായത് ഇന്നത്തെ സമയത്ത് കല്യാണത്തിന് വേണ്ടി സാധാരണ ജനങ്ങൾ പോലും കടം മേടിച്ചിട്ടാണ് കല്യാണത്തിൻ്റെ അവസരത്തിൽ വളരെയധികം ചിലവ് നടത്തുന്നത്. ഖർച്ച് പെടാൻ ആജേക്ക് ആദത്ത് ബനി. അതായത് ചിലവ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഒരു സ്വഭാവമായിട്ട് മാറിയിരിക്കുകയാണ്. ആമിർ ലോഗോं के നക്കൽ കർണ സാധാരണ ലോഗ് ബി പസന്ത് കർത്ത. അതായത് ആളുകളുടെ ഇങ്ങനെ ചിലവാക്കുന്ന ഒരവസ്ഥ സാധാരണ ആൾക്കാരും കൂടി അത് ഇഷ്ടപ്പെടുന്നു. അത് പണക്കാരെ ചിലവാക്കുന്ന പോലെ തന്നെയാണ് സാധാരണ ജനങ്ങൾ കടമെടുത്തിട്ട് ചിലവാക്കുന്നത്. ദഹേജ് പ്രതാപി ആജ് ബഡത്തെ ജാരഹി. ദഹേജ് എന്ന് പറഞ്ഞാൽ ഡൗറി. അത് സ്ത്രീധനത്തിൻ്റെ പ്രശ്നം ഇന്ന് വർദ്ധിച്ചു വരികയാണ്. ദഹേജ് ദേന ഔസ്വീകാർ കർണ ഏക് ആദത്ത് ഹോ ഗയ. അപ്പം എന്താണ്, സ്ത്രീധനം വാങ്ങിക്കാനും കൊടുക്കാനൊക്കെ ഒരു എന്താ റുട്ടീൻ പോലെ ആയിരിക്കണേണ്, ഒരു സ്വഭാവം പോലെ ആയിരിക്കണേണ്. കാനൂൻ അപരാധ് ഹോനെ പർ ബി ദഹേജ് പ്രഥ സമാജ് മേ സർവത്ര ദേഖ് സക്താ ഹെ. അത് നിയമം ഇതിനെ അനുവദിക്കുന്നില്ലെങ്കിൽ കൂടിയും ഡൗറിയുടെ കഥ, അതായത് ഇപ്പോൾ സ്ത്രീധനം എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഹമേ സോച്ചന ചാഹിയെ കി ക്യാ ഹം സഹി ദിശ പർ ചലത്. അപ്പോൾ നമുക്കിത് ആലോചിക്കണം, നമ്മളിത് കറക്റ്റായ വഴിയിലൂടെയാണ് പോകുന്നത്. അനാവശ്യ ഖർച്ച് ഓർ ആഡംബർ ഹമാരെ നാശിക്കുക ഹമേ ലേ ജാ. അപ്പോൾ അനാവശ്യമായ ചിലവും ആഡംബരമുള്ള നമ്മുടെ നാശത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. സോച്ച് വിചാർ കെ സാത്ത് ഹമേ ഈസ് വിപത്തി കെ വിരുദ്ധ ആവാസ് ഉഡാന ചാഹിയെ. അതായത് ഇപ്പം നല്ലോണം ആലോചിച്ച ശേഷമാണ് നമ്മൾ ഈ ആപത്തിനെതിരെയായിട്ട് സ്വരം ഉയർത്തണം എന്ന് പറയുക. ഛാത്ര ജീവൻ മേ ഹി ഇസ്കെ വിരുദ്ധ ഹമേ ജാൻകാരി ഹാസിൽ കർണ. അപ്പോൾ കുട്ടികളുടെ ഇടയിലും ഇതിന് വിരുദ്ധമായിട്ട്, അതായത് ഡൗറി, ഈ സ്ത്രീധനത്തിന് വിരുദ്ധമായിട്ടുള്ള അറിവ് നമ്മൾ തീർച്ചയായും പ്രസൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതാണ് ഷാദീനെ കുറിച്ചുള്ള അതായത് കല്യാണത്തിന് ആവശ്യമില്ലാത്ത ചിലവുകൾ ചെയ്യേണ്ട കാര്യമില്ലെന്നാണ് ലേഖകൻ പറയുന്നത്. നെക്സ്റ്റ് ടിപ്പണിയാണ്. ഇതിനെക്കുറിച്ചുള്ളൊരു ചെറിയ സ്റ്റോറി തന്നിരിക്കണേ ലേഖകൻ.
അപ്പോൾ എന്താണെന്ന് നോക്കാം. ഏകാന്ത് ശ്രീവാസ്തവ് की ആത്മകഥ ज़मीन एक स्लेट का नाम है. लेखक एक पिता के വിവശതാക്കു ദിക്കായത. അതായത് ശ്രീവാസ്തവ് തൻ്റെ ആത്മകഥയിൽ സെമീൻ എക്സ്ലേറ്റ് ക നാം എന്ന ആത്മകഥയിൽ നിന്ന് ലേഖകൻ ഒരു അച്ഛൻ്റെ വിഷമതങ്ങളെയാണ് കാണിച്ചിരിക്കുന്നത്. ബേട്ടിക്ക് ഷാദിക്ക് ഖർച്ച് കെ ലിയെ വോ അപ്പന സെമീൻ ബേച്ച് രഹാ ഹെ. അത് മകളുടെ കല്യാണത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി തൻ്റെ ഭൂമി വിൽക്കുന്നു. സെമീൻ സെ ഉസ്കാ സംബന്ധ് ജിത്തന ഗഹരാത ബേട്ടി ബി ഉത്തനി പ്യാരി തി. അപ്പോൾ ആ സെമീൻ ഭൂമിയായിട്ട് അദ്ദേഹത്തിനുള്ള ബന്ധം പോലെ തന്നെയായിരുന്നു, അത്ര ആഴം തന്നെയായിരുന്നു തൻ്റെ മകളോടുള്ള സ്നേഹവും. സെമീൻ ഉസ്കോ അപ്പന ഹൃദയക്ക് സമ്മാൻ ഹെ. ഭൂമി അദ്ദേഹത്തിന് ഹൃദയം പോലെയാണ്. ഫിർ ബി ബേട്ടി ഓർ പരിവാർ കേലെ വോ ജമീൻ ബേച്ച്നെ കേലെ തയ്യാർ ഹോ ജെ. എന്നിരുന്നാലും മകൾക്കും കുടുംബത്തിനും വേണ്ടി ആ സ്ഥലം വിൽക്കാൻ അദ്ദേഹം തയ്യാറാവുന്നു. एक अच्छे पिता का चित्रण यहाँ देख सकता है. ആജ് പ്രേം ഓർ റിശ്തെ കേവൽ ദിഖാവ ഹോ രഹാ ഹെ. ഇന്ന് ഒരു നല്ലൊരു അച്ഛൻ്റെ ചിത്രമാണ് നമ്മളിതിന്ന് കാണുന്നത്. ഇന്ന് സ്നേഹവും ബന്ധങ്ങളും വെറുതെ ഒരു നോട്ടം മാത്രമായിട്ട്, അതായത് വെറുതെ വ്യർത്ഥമാണ് ഇന്നത്തെ കാലത്തെന്ന് പറയാം ലേഖകൻ. लेकिन एक ऐसा परिवार के चित्रण से आज भी प्रेम की गहराई को यहाँ दिखा है. അപ്പോൾ എന്നാൽ ഒരു കുടുംബത്തിൻ്റെ ചിത്രം കൊണ്ട് ഇന്ന് സ്നേഹത്തിൻ്റെ ആഴം ഈ കഥയിലൂടെ കവി, അതായത് ലേഖകൻ വ്യക്തമാക്കി തരികയാണ്. അപ്പോൾ ഇതോടെ ഇന്നത്തെ ആ ലെസൺ കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് സെമീൻ എക്സ്ലേറ്റ് കാ നാം ഹേ.